വെൽക്കം ടു BRD Lex. താങ്ക് യു. സാറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. ഞാൻ പാലക്കാട് ആലത്തൂരാണ് താമസം. സാറിങ്ങനെ BRDക്ക് എത്തിപ്പെട്ട് എന്ന് പറയാം? BRDക്ക് എത്തിപ്പെട്ടത് ആദ്യം BRDയിൽ വരണം പറഞ്ഞ് വന്നതല്ല, ഞാൻ വേറെ ഷോറൂമിൽ പോയിരുന്നു. അപ്പോൾ നമ്മുടെ റേഞ്ചിനനുസരിച്ചുള്ള ചെറിയ വണ്ടി അതായിരുന്നു താല്പര്യം. അങ്ങനെ വേറെ ഷോറൂമിൽ പോയിട്ട് അവിടെ 1-2 വണ്ടിയൊക്കെ നോക്കി. പക്ഷേ ലക്ഷറി കാർ അല്ലായിരുന്നു അത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്ക് ആ ഷോറൂമിലെ ചില രീതികൾ അങ്ങോട്ട്, ഷോറൂമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നമുക്ക് അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഈ റൂട്ടിൽ തന്നെയാണ് ഈ പോയ ഷോറൂമും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വന്നു. റിട്ടേൺ വരുമ്പോൾ ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് BRD എന്ന് പറയുന്നൊരു ഇവിടെ ഒരു ഷോറൂമുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ നോക്കുമ്പോൾ വലിയൊരു ഷോറൂമും വലിയൊരു സെറ്റപ്പ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സാധാരണക്കാർക്ക് ഇതിനകത്ത് വരാൻ പറ്റുമോ, കയറാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. വേണ്ട, നമുക്ക് കയറണ്ട, നമുക്ക് പറ്റിയ വണ്ടികൾ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് ഞങ്ങൾ വേറെ 1-2 ഷോറൂമുകളിലൊക്കെ ഇങ്ങനെ എൻക്വയറീസ് ഒക്കെ നടത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു ദിവസം ഒരു ചെറിയ വീഡിയോയിൽ, ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ BRDയുടെ ഒരു ഇത് കണ്ടു. സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്തായാലും മനസ്സിലിങ്ങനെ ആഗ്രഹം കിടക്കുവാണല്ലോ. അപ്പോൾ അതിലൊരു വണ്ടിയും കണ്ടു. ഞങ്ങൾ ജസ്റ്റ് അപ്പോഴും തന്നെ സൺഡേ ആണ് എങ്കിലും വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് അവിടുത്തെ ചാൾസിനെയാണ് കിട്ടിയത്. അപ്പോൾ ചാൾസുമായിട്ട് സംസാരിച്ചു. മനസ്സിലൊരു പേടിയുണ്ട്, കാര്യം വലിയൊരു ഷോറൂമാണ്. അപ്പോൾ ചാൾസ് അപ്പോൾ വളരെ ഫസ്റ്റ് തന്നെ, സാറേ ഞാൻ നേരത്തെ ബെഞ്ചിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വലിയ രീതിയിൽ അങ്ങനെ വളരെ ഒരു എന്താണ് നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിലൊരു സംഭാഷണം വന്നപ്പോൾ അപ്പോഴത്തന്നെ നമ്മൾ കുറച്ച് റിലാക്സ് ആയി. കുഴപ്പമില്ലല്ലോ എന്നൊരു തോന്നി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ഷോറൂം അവധിയാണല്ലോ. അപ്പോൾ ചാൾസ് പറഞ്ഞു, സാറ് കുഴപ്പമില്ല, സാർ പറഞ്ഞാൽ എത്ര മണിക്ക് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആണ്. ശരി, അപ്പോൾ സൺഡേയിൽ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാമല്ലോ എന്നുള്ള ലെവലിൽ ചാൾസിനെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളൊരു 1 hourൽ എത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോൾ ചാൾസ് ഇവിടെ ഉണ്ട്. വളരെ വെൽക്കം ചെയ്തു. ഞങ്ങൾ ഉള്ളിൽ വന്നു, വണ്ടികൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇപ്പം ഡെലിവറി എടുത്ത വണ്ടി ഇഷ്ടപ്പെട്ടു. എന്നെ ഡീറ്റെയിൽസ് സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ ഒരു പ്രീമിയം കാറ് എടുക്കണോ വേണ്ടയോ എന്ന് മനസ്സിൽ ആശങ്കയുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് പ്രീമിയം എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ചാൾസ് ഞങ്ങൾ വ്യക്തമാക്കി തന്നു. അപ്പോൾ ആഗ്രഹം കൂടി. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ജസ്റ്റ് കണ്ടിട്ട് പോകാനായിട്ടാണ് വന്നത്. കറക്റ്റ് പറഞ്ഞാൽ ചാൾസിൻ്റെ ആ ഒരു ബിഹേവിയർ കൊണ്ടും 1 മണിക്കൂർ ചാൾസ് ഞങ്ങളോട്ട് സംസാരിച്ചല്ലോ. ആ ഒരു അന്ന് തന്നെ അഡ്വാൻസ് ചെയ്തു. ഇന്ന് ഡെലിവറി എടുത്തു. വളരെ പ്രത്യേകിച്ച് ചാൾസ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റാണ്. അപ്പോൾ സാറിൻ്റെ മൊത്തത്തിലൊരു BRD Lex ഓവർ എക്സ്പീരിയൻസ് എന്ന് പറയാം? BRDയിൽ ഞങ്ങൾ അന്ന് വന്ന് നോക്കുന്ന ദിവസം സൺഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ വർക്കിംഗ് ഡേ അല്ല. പക്ഷേ ചാൾസിനെ മാത്രമേ നമ്മൾ അന്ന് കണ്ടുള്ളൂ. പക്ഷേ കണ്ടപ്പോൾ തന്നെ ആള് വളരെ പ്ലസൻ്റായിട്ടും നമുക്ക് എന്താണോ ആവശ്യം അപ്പം അതിനുള്ളൊരു എന്താ പറയുക, നമ്മളെ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇന്നത് ഞങ്ങൾ വേറെ ഒരു വണ്ടി നോക്കിയപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് അഡ്വൈസ് തരികയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. BRD പിന്നീട് വരുന്നത്. ബാക്കിയുള്ള ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചാൾസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു, BRD ആയിട്ട് ബന്ധപ്പെടേണ്ടി വന്നു. അപ്പോഴെല്ലാം വളരെ സൗഹൃദപരമായിട്ട് ഉള്ളൊരു സമീപനം, അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും വണ്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ BRD അതായിരിക്കും സജസ്റ്റ് ചെയ്യുക. താങ്ക് യു സർ.